എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പിസ്സ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഇന്നലെയാണ് ഇവിടെ വന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ താമസിച്ചത് ഇത്തരത്തിലുള്ള ടെന്റിലായിരുന്നു. ഒരു ക്യാമ്പാണ്. ഏകദേശം 100-300ഓളം ചെറിയ ചെറിയ വീടുകളുള്ള ഒരു ക്യാമ്പാണ്. അപ്പൊ ഇന്നലത്തെ സ്റ്റേ ഇവിടെ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ പിസ്സ കാണാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം. പ്രദേശം മുഴുവൻ ഒരു മാതിരി പഞ്ഞി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലർജി ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പൊടിപടലങ്ങളാണ്. ഭയങ്കര ജലദോഷവും തുമ്മലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ടെന്റ് എന്ന് വിശേഷിപ്പിച്ച ഇത്തരം വീടുകളിൽ ഒരുവിധം എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏകദേശം 100-300ഓളം ഇത്തരത്തിലുള്ള വീടുകളുണ്ട്. പ്ലൈവുഡ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് പണിതിരിക്കുന്നത്. ക്യാമ്പ് പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് റേറ്റും കുറവാണ്. ഇവിടെ താമസിക്കാനുള്ള റേറ്റും മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ്. രാവിലെ 9:30 ഇപ്പോ ചെറിയ ചൂട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സമ്മറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ചെറിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 6 ഏക്കറോളം വരുന്ന നഗരമധ്യത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇവിടേക്ക് ക്യാമ്പിംഗ് വാഹനങ്ങളിൽ ഒരുപാട് സഞ്ചാരികൾ വരാറുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഈ പിസ്സ ഗോപുരം കാണാൻ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യാറുണ്ട്. ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെ ഒരുപാട് ഷോപ്പുകളും പിന്നെ നമുക്ക് കാണാനായിട്ടും കുളിക്കാനായിട്ടും ഒക്കെ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. മെയ് അവസാനമാണ് അത് ഓപ്പൺ ആവുകയുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പിസ്സ നഗരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. പൂളിനോട് ചേർന്ന് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കാപ്പ് കുടിച്ചിട്ടാകാം പകലത്തെ നഗര കാഴ്ചകൾ കാണാൻ ഇറങ്ങുന്നത് എന്ന് കരുതി ഞങ്ങൾ താമസിച്ചിരുന്ന ആ ക്യാബിനിൽ കിച്ചൺ ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്വയമായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു കോഫിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നതാണ് ക്യാമ്പിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് നടന്നാൽ നമുക്ക് പിസ്സ ഗോപുരം നിൽക്കുന്നിടത്തേക്ക് എത്താം. അപ്പൊ നമുക്ക് എന്തെങ്കിലും നടക്കാം. ഈ വഴിയാണേ. നിങ്ങൾ ഈ വണ്ടി കണ്ടോ? ഇത് നമ്മളൊരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ കുറച്ച് ദൂരം പോവാം. അത് കഴിഞ്ഞാൽ നിൽക്കും. നമ്മൾ റീചാർജ് ചെയ്യണ ആ ദൂരം പോവാം. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി അവിടെ നിൽക്കും. വണ്ടി അവിടെ വെക്കുക, നമ്മള് പോവാ. അത്രേ ഉള്ളൂ. ഇതുപോലുള്ള വണ്ടികള് ഈ മേഖലയിൽ പലയിടത്തും കാണാവുന്നതാണ്. നഗരത്തിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇത്തരം ട്രോളി ട്രെയിനുകൾ അവിടെ ധാരാളം സഞ്ചാരികളുമായി പോകുന്നത് കാണാമായിരുന്നു. ആ കോമ്പൗണ്ടിനുള്ളിലാണ് നമ്മുടെ പിസ്സ ഗോപുരം വരുന്നത്. പിന്നെ അവിടെ ഒരു കത്തീഡ്രലും ഉണ്ട്. റോമൻ കാത്തലിക്കിന്റെ കത്തീഡ്രലിന്റെ ഉള്ളിലുണ്ട്. ഈ കാണുന്നത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ടൂറിസ്റ്റുകൾക്കായി ധാരാളം ഷോപ്പിങ്ങിനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്തരം സ്റ്റാളുകളിൽ പ്രധാനമായ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സുവനേഴ്സ്, വിവിധ വലിപ്പത്തിലുള്ള പിസ്സ ഗോപുരത്തിന്റെ മാതൃകകൾ, പലതരത്തിലുള്ള തൊപ്പികളും വിവിധ തരത്തിലുള്ള ഹാൻഡ് ബാഗ്, ഡ്രസ്സുകൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ വളരെ കൗതുകരമായി തോന്നിയൊരു കാര്യം, ഈ സ്ട്രീറ്റിന്റെ ആദ്യമുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയ സുവനീറിനേക്കാൾ ഇരട്ടി വിലയാണ് കവാടത്തിനടുത്തുള്ള സുവനീർ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. ഈ സുവനീർ ഷോപ്പുകളെ കൂടാതെ തന്നെ ഒരുപാട് ഒതന്റിക് ഇറ്റാലിയൻ ജെലാറ്റോ ഐസ്ക്രീം കിട്ടുന്ന ഐസ്ക്രീം ഷോപ്പുകളും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം സമയം 11 മണിയോളമായി. സഞ്ചാരികളുടെ തിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരുന്നു. കൊള്ളാല്ലേ? അടിപൊളിയല്ലേ? എന്തായാലും നമുക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാം.
പിസാ ഗോപുരവും കത്തീഡ്രലും സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം മുഴുവൻ ഒരു മധ്യകാല മതിൽക്കെട്ടിനാൽ ചുറ്റപ്പെട്ടതാണ്. ഈ പ്രദേശത്തെ പിയാസ ഡെ മിറാക്കോളി അഥവാ അത്ഭുതങ്ങളുടെ ചതുരം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ പിസാ ഗോപുരത്തിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇതിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. തൊട്ടു മുമ്പിൽ പിസാ ഗോപുരം. തിരക്കില്ലാത്ത സമയം നോക്കി വന്നതാ രാവിലെ. ഇപ്പൊ ഫുൾ ടൈം തിരക്കാണ്. എല്ലാവരും ഇത് തള്ളി നേരെയാക്കാനുള്ള ശ്രമത്തിലാണ്. ചെറുപ്പം മുതൽ ഞാൻ ചിന്തിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും പിസാ ഗോപുരം ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നായിരുന്നു. ശരിക്കും ഈ പിസാ ഗോപുരം ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണോ? ഇല്ല, ഒരിക്കലും പിസാ ഗോപുരം ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പെടുന്നില്ല. പക്ഷേ ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യാ മികവും കൊണ്ട് ലോകം മുഴുവനുള്ള ആളുകൾ ഇത് കാണാനായിട്ട് ഇവിടെ വരാറുണ്ട്. പിസയിലെ കത്തീഡ്രലിന്റെ മണിഗോപുരമായിട്ട് ഏകദേശം 1173 ഇതിന്റെ പണി തുടങ്ങിയത്. നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ അടിയിലെ മണ്ണ് കടുപ്പമില്ലാത്തതും ചെളി കലർന്നതുമായതുകൊണ്ട് ഗോപുരത്തിന്റെ ഒരു ഭാഗം താഴേക്ക് പതിയാൻ തുടങ്ങി. ഇത് ഗോപുരം ഒരു വശത്തേക്ക് ചെരിയാൻ കാരണമായി. പിന്നീട് പണിതുയർത്തിയപ്പോൾ ചായ്വ് കുറയ്ക്കാനായി പണിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഗോപുരം ഇന്നും ചെരിഞ്ഞു കിടപ്പാണ്. ഈ ചെരിവ് ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗോപുരത്തിന്റെ താഴ്ഭാഗം. ഇതിന്റെ താഴ്ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാർബിളൊക്കെ ഇട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഗോപുരത്തിന്റെ ബാഹ്യരൂപം മുഴുവൻ ഇത്തരത്തിലുള്ള പ്രത്യേക മാർബിൾ പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8 നിലകളുള്ള ഈ ഭീമൻ മണിഗോപുരം ചെരിഞ്ഞു നിൽക്കുന്നത് വളരെ അത്ഭുതകരമായ കാഴ്ചയാണ്. ഈ ഗോപുരം തള്ളി നിർത്താൻ ഞാനും ചെറുതായിട്ടൊന്ന് ശ്രമം നടത്തി. ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദനീയമാണ്. 20 യൂറോ സംതിങ് ആണ്. അത് മുൻകൂട്ടി ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ഇവിടെ കയറാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ധാരാളം പേർ കയറുന്നുണ്ട്. ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കുതിര സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുതിരവണ്ടി, ഇതിൽ രാജാവിനെ പോലെ രാജകുമാരിയെ പോലെ ഇങ്ങനെ പോയി സ്ട്രീറ്റ് മുഴുവൻ. Vento leggero che il marmo seduce, ehi ehi Pisa, sempre in piedi. ഈ സ്ട്രീറ്റിലൂടെ ഒരു ഫാമിലിക്ക് ഒന്ന് റൗണ്ട് അടിച്ച് വരാൻ 50 യൂറോ ആണ് ഇവർ പറയുന്നത്. 25 മിനിറ്റ് യാത്ര ചെയ്യാൻ 50 യൂറോ ആണ് അവർ പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ചർച്ച് ഉള്ളത്. Torre di Pisa, piega gentile, custode di pietra, spirito civile, Colo Pisa, forza e meraviglia, pavimento che gioca con l'ombra e la luce, vento leggero che il marmo seduce. Ehi ehi Pisa, sempre in piedi. ഇത് ചർച്ചിലേക്ക് കയറുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പുൽമൈതാനമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ റെസ്റ്റ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. Torre di Pisa, piega gentile, custode di pietra, spirito civile, Colo Pisa, forza e meraviglia. ഈ ചർച്ചും ഈ ഗോപുരവും എല്ലാം കൂടിയിട്ട് ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. ഈ മതിൽ കെട്ടി ഇവര് സംരക്ഷിച്ചിട്ടുണ്ട്.
ഒരുപാട് നല്ല ഓർമ്മകളാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പിസ്സ ഗോപുരം കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ. വൺസ് ഇൻ എ ലൈഫ് ടൈം കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്.